ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2024 ജനുവരി 16 കേരളത്തിലെ ഏത് നഗരത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോ നടത്തിയത്? കൊച്ചി. 2024 ജനുവരി 16 കേരളത്തിലെ കൊച്ചി നഗരത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോ നടത്തിയത്. സ്റ്റാർട്ടപ്പ് രംഗത്തെ ദേശീയ റാങ്കിങ്ങിലെ പരമോന്നത പുരസ്കാരമായ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം നേടിയ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കേരളം, ഗുജറാത്ത്, തമിഴ്നാട്, കർണാടക. സ്റ്റാർട്ടപ്പ് രംഗത്തെ ദേശീയ റാങ്കിങ്ങിലെ പരമോന്നത പുരസ്കാരമായ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം നേടിയ 4 സംസ്ഥാനങ്ങളാണ് കേരളം, ഗുജറാത്ത്, തമിഴ്നാട്, കർണാടക. കഴിഞ്ഞ 3 വർഷവും കേരളത്തിന് ടോപ്പ് പെർഫോമർ പുരസ്കാരമാണ് ലഭിച്ചിരുന്നത്. കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായാണ് ഈ പുരസ്കാരം നൽകുന്നത്. കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലാണ്. കടൽ വഴി അദാനി ഗ്രൂപ്പ് ഒരുക്കുന്ന അന്താരാഷ്ട്ര വാണിജ്യ ഇടനാഴിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം. കേരളത്തിലെ വിഴിഞ്ഞം തുറമുഖമാണ് കടൽ വഴി അദാനി ഗ്രൂപ്പ് ഒരുക്കുന്ന അന്താരാഷ്ട്ര വാണിജ്യ ഇടനാഴിയിൽ ഉൾപ്പെട്ട തുറമുഖം. ഇസ്രായേലിലെ ഹൈഫ, ഗുജറാത്തിലെ മുദ്ര, കേരളത്തിലെ വിഴിഞ്ഞം, ശ്രീലങ്കയിലെ കൊളംബോ എന്നീ തുറമുഖങ്ങളെ ഉൾപ്പെടുത്തിയാണ് അദാനി ഗ്രൂപ്പ് വാണിജ്യ ഇടനാഴി ഒരുക്കുന്നത്. നിലവിൽ ഈ തുറമുഖങ്ങളെല്ലാം അദാനി ഗ്രൂപ്പിന്റെ സ്വന്തം നിയന്ത്രണത്തിലോ പങ്കാളിത്തത്തിലോ ആണ് പ്രവർത്തിക്കുന്നത്. ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള സാഹിത്യകാരി ആരാണ്? KB ശ്രീദേവി. KB ശ്രീദേവിയാണ് 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള സാഹിത്യകാരി. കേരളത്തിൽ എവിടെയാണ് 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി 4000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്? കൊച്ചി കപ്പൽ നിർമ്മാണശാല. കേരളത്തിൽ കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലാണ് 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി 4000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ ആണ്. ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ രാഹുൽ ഗാന്ധി ഉപയോഗിക്കുന്ന ബസ്സിന് നൽകിയിട്ടുള്ള പേരെന്താണ്? സ്നേഹത്തിന്റെ കട, അല്ലെ മുഹബത്ത് കി ദുകാൻ. ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ രാഹുൽ ഗാന്ധി ഉപയോഗിക്കുന്ന ബസ്സിന് നൽകിയിട്ടുള്ള പേരാണ് മുഹബത്ത് കി ദുകാൻ, അതായത് സ്നേഹത്തിന്റെ കട. നവീകരണ പ്രവൃത്തി പൂർത്തിയായ ഒഡീഷയിലെ പുരി ജഗന്നാഥ് ക്ഷേത്രത്തിലെ പൈതൃക ഇടനാഴിയുടെ പേരെന്താണ്? ശ്രീ മന്ദിർ പരിക്രമ പ്രകൽപ, SPP. നവീകരണ പ്രവൃത്തി പൂർത്തിയായ ഒഡീഷയിലെ പുരി ജഗന്നാഥ് ക്ഷേത്രത്തിലെ പൈതൃക ഇടനാഴിയുടെ പേരാണ് ശ്രീ മന്ദിർ പരിക്രമ പ്രകൽപ. 1883 മുതൽ ഉദ്ഘാടനം വരെയുള്ള അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ചരിത്രം പറയുന്ന ഡോക്യു ഡ്രാമയുടെ സംവിധായകൻ ആരാണ്? പ്രിയദർശൻ. പ്രശസ്ത മലയാള സിനിമാ സംവിധായകനായ പ്രിയദർശനാണ് 1883 മുതൽ ഉദ്ഘാടനം വരെയുള്ള അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ചരിത്രം പറയുന്ന ഡോക്യു ഡ്രാമയുടെ സംവിധായകൻ. അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റിന് വേണ്ടിയാണ് പ്രിയദർശൻ ഈ ഡോക്യു ഡ്രാമ ചിത്രീകരിക്കുന്നത്. പുതിയ പാർലമെന്റിൽ പ്രതിഷ്ഠിച്ച ചെങ്കോലിന്റെ കഥ പറയുന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തതും പ്രിയദർശനാണ്.
കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ആധാർ കാർഡ് കൈവശം വെച്ചില്ലെങ്കിൽ എത്ര രൂപ പിഴ ചുമത്തുവാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്? 1000 രൂപ. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ആധാർ കാർഡ് കൈവശം വെച്ചില്ലെങ്കിൽ 1000 രൂപ പിഴ ചുമത്തുവാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ആഭ്യന്തര സുരക്ഷ കണക്കിലെടുത്ത് കടൽ വഴിയുള്ള നുഴഞ്ഞുകയറ്റവും കള്ളക്കടത്തും തടയുന്നതിനാണ് സർക്കാർ ഈ തീരുമാനം എടുത്തത്. പുതിയ പഠന റിപ്പോർട്ട് പ്രകാരം കോവിഡ് ബാധിതരിലെ വിട്ടുമാറാത്ത ക്ഷീണത്തിന് കാരണം എന്താണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്? പേശികളിലേക്കുള്ള ഊർജ തടസ്സം. പുതിയ പഠന റിപ്പോർട്ട് പ്രകാരം കോവിഡ് ബാധിതരിലെ വിട്ടുമാറാത്ത ക്ഷീണത്തിന് കാരണം പേശികളിലേക്കുള്ള ഊർജ തടസ്സമാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. കോശങ്ങളിലെ മൈറ്റോകോൺട്രിയയുടെ ഊർജോൽപാദനത്തെ കോവിഡ് പ്രതികൂലമായി ബാധിച്ചതാണ് വിട്ടുമാറാത്ത ക്ഷീണത്തിന് കാരണം. ആംസ്റ്റർഡാം UMC ആണ് ഇത് സംബന്ധിച്ച പഠനം നടത്തിയത്. ICMRന്റെ പഠന റിപ്പോർട്ട് പ്രകാരം അടുത്ത വർഷത്തോടെ ഇന്ത്യയിലെ അർബുദ ബാധിതരുടെ എണ്ണം എത്ര ലക്ഷമാകും? 16 ലക്ഷം. ICMRന്റെ പഠന റിപ്പോർട്ട് പ്രകാരം അടുത്ത വർഷത്തോടെ ഇന്ത്യയിലെ അർബുദ ബാധിതരുടെ എണ്ണം 16 ലക്ഷം ആകും. നിലവിൽ 14.6 ലക്ഷമാണ് ഇന്ത്യയിലെ അർബുദ ബാധിതരുടെ എണ്ണം. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്. ഇന്ത്യയിൽ ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ അർബുദ ബാധിതർ ഉള്ളത്. രണ്ടാം സ്ഥാനത്ത് മഹാരാഷ്ട്രയും മൂന്നാം സ്ഥാനത്ത് പശ്ചിമ ബംഗാളുമാണ്. ലോകത്തിൽ ചൈനയിലും അമേരിക്കയിലുമാണ് ഏറ്റവും കൂടുതൽ അർബുദ ബാധിതർ ഉള്ളത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എന്നതാണ് ICMRന്റെ പൂർണ്ണരൂപം. കാലങ്ങളെ നയിച്ച കാലഘട്ടങ്ങൾ എന്ന പ്രമേയത്തിൽ പാണക്കാട് കുടുംബത്തെക്കുറിച്ച് സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ പേരെന്താണ്? പാണക്കാടിന്റെ പൈതൃകം. കാലങ്ങളെ നയിച്ച കാലഘട്ടങ്ങൾ എന്ന പ്രമേയത്തിൽ പാണക്കാട് കുടുംബത്തെക്കുറിച്ച് സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ പേരാണ് പാണക്കാടിന്റെ പൈതൃകം. ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ലയണൽ മെസ്സിക്കാണ്. പോയിന്റ് നിലയിൽ മെസ്സിയും നോർവേയുടെ എർലിംഗ് ഹാലണ്ടും തുല്യരായപ്പോൾ വോട്ടെടുപ്പിലൂടെയാണ് മെസ്സി വിജയിച്ചത്. മെസ്സി 8ാമത് തവണയാണ് ഫിഫയുടെ മികച്ച താരം ആകുന്നത്. മികച്ച വനിതാ താരം ഐതാന ബൊൺമതിയാണ്. സ്പെയിനിന്റെ കളിക്കാരിയാണ് ഐതാന ബൊൺമതി. മികച്ച പരിശീലകൻ പെപ്പ് ഗാർഡിയോള. മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ്പ് ഗാർഡിയോളയാണ് മികച്ച പരിശീലകൻ. മികച്ച പരിശീലക ഇംഗ്ലണ്ടിന്റെ സറീന വേഗ്മാൻ ആണ്. മികച്ച ഗോൾ കീപ്പർ എഡേഴ്സൺ. മാഞ്ചസ്റ്റർ സിറ്റിയുടെ എഡേഴ്സൺ ആണ് മികച്ച ഗോൾ കീപ്പർ. മികച്ച വനിതാ ഗോൾ കീപ്പർ മേരി ഇയർപ്സ്. ഇംഗ്ലണ്ടിന്റെ മേരി ഇയർപ്സ് ആണ് മികച്ച വനിതാ ഗോൾ കീപ്പർ. മികച്ച ഗോളിനുള്ള പുരസ്കാരം ലഭിച്ചത് ഡ്യൂലിഹെർമ മഡ്രിഗയ്ക്കാണ്. ബ്രസീലിന്റെ കളിക്കാരനായ ഡ്യൂലിഹെർമ മഡ്രിഗയ്ക്കാണ് മികച്ച ഗോളിന്റെ പുരസ്കാരം ലഭിച്ചത്. പ്രത്യേക പുരസ്കാരം ലഭിച്ചത് മാർത്തേക്കാണ്. ബ്രസീലിന്റെ മാർത്തേക്കാണ് പ്രത്യേക പുരസ്കാരം ലഭിച്ചത്. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസിൽ 2ാം റൗണ്ടിൽ പ്രവേശിക്കുന്ന 5ാമത്തെ ഇന്ത്യൻ താരം എന്ന ബഹുമതി കരസ്ഥമാക്കിയ കളിക്കാരൻ ആരാണ്? സുമിത് നാഗൽ. ഹരിയാനയുടെ സുമിത് നാഗലാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസിൽ 2ാം റൗണ്ടിൽ പ്രവേശിക്കുന്ന 5ാമത്തെ ഇന്ത്യൻ താരം എന്ന ബഹുമതി കരസ്ഥമാക്കിയത്. ലോക 27ാമത് നമ്പർ താരം കസാക്കിസ്ഥാന്റെ അലക്സാണ്ടർ ബുംബ്ലിക്കിനെയാണ് സുമിത് നാഗൽ പരാജയപ്പെടുത്തിയത്. സുമിത് 137ാമത് റാങ്കുകാരനാണ്.
36 വർഷത്തിന് ശേഷമാണ് ഒരു സീഡഡ് താരത്തെ ഒരു ഇന്ത്യൻ താരം തോൽപ്പിക്കുന്നത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കേരള യൂണിറ്റിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായി നിയമിതയായ മലയാളി വനിത ആരാണ്? ഡോക്ടർ വി അമ്പിളി. മലയാളി വനിതയായ ഡോക്ടർ വി അമ്പിളിയാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കേരള യൂണിറ്റിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായി നിയമിതയായത്. ഈ പദവിയിലെത്തുന്ന ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ വനിതയാണ് ഡോക്ടർ വി അമ്പിളി. കേരളത്തിൽ ആദ്യമായി ഏത് ഗ്രാമപഞ്ചായത്തിന്റെ ഫ്രണ്ട് ഓഫീസിലാണ് റോബോട്ടിന്റെ സേവനം ലഭ്യമാക്കിയത്? എലിക്കുളം ഗ്രാമപഞ്ചായത്ത്. കോട്ടയം ജില്ലയിലെ എലിക്കുളം ഗ്രാമപഞ്ചായത്തിലാണ് കേരളത്തിൽ ആദ്യമായി ഫ്രണ്ട് ഓഫീസിൽ റോബോട്ടിന്റെ സേവനം ലഭ്യമാക്കിയത്. എലിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ ഫ്രണ്ട് ഓഫീസിലുള്ള റോബോട്ടിന്റെ പേര് എലീന എന്നാണ്. പത്താമുട്ടം സെയിന്റ് ഗിറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ റോബോട്ടിനെ വികസിപ്പിച്ചത്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 2024 വാർഷിക യോഗം നടക്കുന്നത് എവിടെ വെച്ചാണ്? ദാവോസ്. സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ വെച്ചാണ് ലോക സാമ്പത്തിക ഫോറത്തിന്റെ 2024 വാർഷിക യോഗം നടക്കുന്നത്. യോഗത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രിയായ സ്മൃതി ഇറാനിയാണ്. റുപേ നെറ്റ്വർക്കിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് ക്രെഡിറ്റ് കാർഡായ ഇ സ്വർണ പുറത്തിറക്കിയ ബാങ്ക് ഏതാണ്? ഇൻഡസ് ഇൻഡ് ബാങ്ക്. ഇൻഡസ് ഇൻഡ് ബാങ്ക് ആണ് റുപേ നെറ്റ്വർക്കിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് ക്രെഡിറ്റ് കാർഡായ ഇ സ്വർണ പുറത്തിറക്കിയത്. സാംസ്കാരിക വകുപ്പിന്റെ 2022 രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ച ചിത്രകാരൻ ആരാണ്? സുരേന്ദ്രൻ നായർ. സുരേന്ദ്രൻ നായർക്കാണ് സാംസ്കാരിക വകുപ്പിന്റെ 2022 രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ചത്. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് പുരസ്കാരമായി ലഭിക്കുക. വിദ്യാഭ്യാസ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്ക് നൽകുന്ന ഗുരുരത്നം പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായർ, ഡോക്ടർ ജി അമൃത് കുമാർ. ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായർ, ഡോക്ടർ ജി അമൃത് കുമാർ എന്നിവർക്കാണ് വിദ്യാഭ്യാസ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്ക് നൽകുന്ന ഗുരുരത്നം പുരസ്കാരം ലഭിച്ചത്. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഗുരുരത്നം പുരസ്കാരം നൽകുന്നത്. പാഠപുസ്തക പരിഷ്കരണത്തിന്റെ ഭാഗമായി എല്ലാ പാഠപുസ്തകങ്ങളുടെയും തുടക്കത്തിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയത് ഏത് സംസ്ഥാനമാണ്? കേരളം. കേരളമാണ് പാഠപുസ്തക പരിഷ്കരണത്തിന്റെ ഭാഗമായി എല്ലാ പാഠപുസ്തകങ്ങളുടെയും തുടക്കത്തിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ കണക്കുപ്രകാരം 2023 ആഭ്യന്തര വിമാനയാത്ര നടത്തിയവരുടെ എണ്ണം എത്രയാണ്? 15.2 കോടി. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ കണക്കുപ്രകാരം 2023 ആഭ്യന്തര വിമാനയാത്ര നടത്തിയവരുടെ എണ്ണം 15.2 കോടിയാണ്. ആഭ്യന്തര യാത്രക്കാരുടെ എണ്ണത്തിൽ ഇത് സർവകാല റെക്കോർഡാണ്. 2023 ഏറ്റവും കൂടുതൽ ആളുകൾ ആഭ്യന്തര വിമാന യാത്ര നടത്തിയ മാസം ഡിസംബർ മാസമാണ്. 60.5% വിപണി വിഹിതവുമായി ഇൻഡിഗോ വിമാനക്കമ്പനിയാണ് സർവീസിൽ മുന്നിലുള്ളത്. ജയ്പൂരിൽ നടന്ന റോയൽ മിസ് ഇന്ത്യ മത്സരത്തിൽ കിരീടം നേടിയ മലയാളി വനിത ആരാണ്? ഘൃതു സാരംഗി ലാൽ. മലയാളിയായ ഘൃതു സാരംഗി ലാൽ ആണ് ജയ്പൂരിൽ നടന്ന റോയൽ മിസ് ഇന്ത്യ മത്സരത്തിൽ കിരീടം നേടിയ വനിത.
OBC വിഭാഗക്കാർക്ക് സംവരണം ഏർപ്പെടുത്തുന്നതിന് 2023 ഡിസംബറിൽ പഞ്ചായത്ത് രാജ് നിയമം ഭേദഗതി ചെയ്ത സംസ്ഥാനം ഏതാണ്? ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീർ സംസ്ഥാനമാണ് OBC വിഭാഗക്കാർക്ക് സംവരണം ഏർപ്പെടുത്തുന്നതിന് 2023 ഡിസംബറിൽ പഞ്ചായത്ത് രാജ് നിയമം ഭേദഗതി ചെയ്ത സംസ്ഥാനം. വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാനായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഏത് മിസൈലിന്റെ പരീക്ഷണമാണ് 2024 ജനുവരിയിൽ വിജയകരമായി നടത്തിയത്? ആകാശ് മിസൈൽ. വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാനായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് മിസൈലിന്റെ പരീക്ഷണമാണ് 2024 ജനുവരിയിൽ ഇന്ത്യ വിജയകരമായി നടത്തിയത്. ഒഡീഷയിലെ ചാന്ദിപൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നാണ് ഈ പരീക്ഷണം നടന്നത്. 80 കിലോമീറ്റർ ആണ് ആകാശ് മിസൈലിന്റെ ദൂരപരിധി. 2024 ജനുവരിയിൽ അണ്ടർ 19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് നടന്നത് എവിടെ വെച്ചാണ്? ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് 2024 ജനുവരിയിൽ അണ്ടർ 19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് നടക്കുന്നത്. ഇന്ത്യൻ അണ്ടർ 19 പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഉദയ് സഹാറനാണ്. 27ാമത് ദേശീയ യുവജനോത്സവം യൂത്ത് ഫെസ്റ്റിവൽ 2024 ജനുവരി 12 മുതൽ 16 വരെ നടന്നത് എവിടെ വെച്ചാണ്? നാസിക്. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ വെച്ചാണ് 27ാമത് ദേശീയ യുവജനോത്സവം 2024 ജനുവരി 12 മുതൽ 16 വരെ നടന്നത്. ശേഖരു എന്ന പേരുള്ള അണ്ണാനാണ് 27ാമത് ദേശീയ യുവജനോത്സവത്തിന്റെ ഭാഗ്യചിഹ്നം. 2024 കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ നടക്കുന്നത് ഏത് സംസ്ഥാനത്ത് വെച്ചാണ്? ഒഡീഷ. ഒഡീഷയിൽ വെച്ചാണ് 2024 കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ നടക്കുന്നത്. ടൂർണമെന്റിൽ 16 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്ന് 12ഉം ഐ ലീഗിൽ നിന്ന് 4 ക്ലബും പങ്കെടുക്കും. 4 ടീമുകൾ വീതമുള്ള 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം നടക്കുന്നത്. 2024 ജനുവരി 9 മുതൽ 28 വരെയാണ് കലിംഗ സൂപ്പർ കപ്പ് നടക്കുക. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറന്റ് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.